കഴിഞ്ഞ ഒരു ദിവസം ഞാൻ സോയാബീൻ ബിരിയാണി ഉണ്ടാക്കിയിരുന്നേ. അന്നാണെങ്കിൽ ആകെ അങ്ങ് ഫ്ലോപ്പായി പോയി. സംഭവം പുതിയ അരി ആയിരുന്നതുകൊണ്ട് അതിൽ ഒരു ഗ്ലാസ്സിന് 2.5 ഗ്ലാസ് വെള്ളമെന്ന് പറഞ്ഞേ. അപ്പോൾ ഞാൻ അതേ കണക്കനുസരിച്ച് സാധാരണ എനിക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. അതിൻ്റെ അളവിനനുസരിച്ച് മാത്രമേ ഞാൻ വെള്ളം ചേർക്കുള്ളൂ. അങ്ങനെ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് 2.5 ഗ്ലാസ് വെള്ളമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതുപോലെ ഒഴിച്ചു വെച്ചു. ആകെ കഞ്ഞിപ്പരുവായി പോയി. എന്നാലും ഞങ്ങളായതുകൊണ്ട് അത് തന്നെ അങ്ങ് കഴിച്ചു കേട്ടോ. പക്ഷേ ഇന്ന് ആ അരിയും വേറെ കുറച്ച് അരിയും ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും എന്തായാലും സോയാബീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് വെള്ളം 2.5 ഗ്ലാസ് ഒഴിക്കുന്നില്ല. ഒരു ഗ്ലാസ്സിന് 1.25 ഗ്ലാസ്സാണ് ഒരു ടൈപ്പ് അരിക്ക് കേട്ടോ. അപ്പോൾ അതിൻ്റെ കണക്കിനനുസരിച്ച് അങ്ങ് ഒഴിക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ സാധാരണ ഉണ്ടാക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ സോയാബീൻ ബിരിയാണിയാണോ എന്ന് ചോദിച്ചാൽ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മസാലയിൽ സോയാബീൻ ഇട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പ്രോപ്പറായിട്ടുള്ള രീതി ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ സോയാബീൻ ആദ്യം വേവിച്ചെടുത്തിട്ട് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗരം മസാലയും കൂടെ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അരി ആദ്യം ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് കണക്കിന് വെള്ളം വെച്ച് ചോറൊക്കെ അങ്ങ് വേവിച്ചെടുത്തു. ചോറ് കണ്ടപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി കേട്ടോ. പച്ചക്കറിയായിട്ട് കുറച്ച് പച്ചപ്പട്ടാണി, ക്യാരറ്റ്, ബീൻസ്, സവാള ഇത്രയുമാണ് ഇട്ടത്. അപ്പോൾ അതൊന്ന് വഴണ്ടി വന്നപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ മുളക് പൊടി കുറച്ചേ ചേർത്തിട്ടുള്ളൂ. പച്ചമുളകാണ് ചേർത്തത്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ബിരിയാണി മസാല ഇതൊക്കെ ചേർത്ത് നമ്മുടെ സോയാബീനും കൂടി തട്ടി ഒന്നങ്ങ് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം വരും കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും കൂടി ഇട്ട് കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് പാലും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തും കൂടെ ഒഴിച്ച് ഇതിലോട്ട് അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയോ സവാളയോ ഒന്നും വറുത്തിടുന്നില്ല. ഇങ്ങനെ തന്നെയാണ് വയ്ക്കുന്നത് കേട്ടോ. പിന്നെ അതിനൊന്ന് വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു തവയും കൂടെ വെച്ചിട്ടുണ്ട്. നല്ലതാണ് കേട്ടോ തവ. മീൻ വറക്കാനൊക്കെ ഞാൻ മീൻ വറക്കാനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇത് ഞാൻ ദമ്മൊന്നും ഇട്ട് അടിയിൽ തീയൊന്നും കത്തിച്ച് വെച്ചിട്ടില്ല. അതിൻ്റെ ആവിയൊന്നും പുറത്ത് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അതിനകത്ത് അടച്ചു വെച്ചതേ ഉള്ളൂ. അത് തുറന്നപ്പോൾ നല്ല മണമായിരുന്നു കേട്ടോ. ആ ബിരിയാണി മസാലയൊക്കെ ചേർത്തത് കൊണ്ട് നല്ല മണമായിരുന്നു. ചിക്കൻ ചേർത്തില്ല എന്നേ ഉള്ളൂ. പക്ഷേ ആ സോയാബീനൊക്കെ ചേർത്തപ്പോൾ നല്ല ചിക്കൻ ബിരിയാണിയുടെ മണം പോലെ തോന്നിയേ. പക്ഷേ ചിക്കൻ ചേർക്കുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് കാണും, സോയാബീൻ അതിൻ്റേതായ ടേസ്റ്റ് കാണും. ഇവിടെ ആണെങ്കിൽ പിന്നെ 2 പേർക്കും ബിരിയാണി എന്നുള്ള പേര് കേട്ടാൽ മതി. ചിക്കൻ ആയിക്കോട്ടെ, വെജിറ്റബിൾ ആയിക്കോട്ടെ, അതിലിനി വേറെ എന്തെങ്കിലും ഇട്ടതായിക്കോട്ടെ, അവർക്ക് ബിരിയാണി എന്ന് മതി കേട്ടോ. അപ്പോൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മണം അടിച്ചപ്പോൾ തനൂട്ടി ഓടി വന്ന് നോക്കി. അവൾ ആദ്യം വിചാരിച്ചിരുന്നത് ചിക്കൻ എന്നാണ് കേട്ടോ. അപ്പോൾ ചിക്കനല്ല സോയാബീൻ എന്ന് പറഞ്ഞപ്പോഴും വേറെ സങ്കടമൊന്നുമില്ല. എന്തായാലും കുഴപ്പമില്ല, സോയാബീനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. അങ്ങനെ അവർക്ക് 2 പേർക്കും കൊടുത്തു. അപ്പോൾ ഞാനും കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് പ്രോപ്പർ റെസിപ്പിയൊന്നും അല്ല, ഞാൻ എൻ്റെ രീതിക്ക് അങ്ങ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നാരങ്ങയും സാലഡും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. പപ്പടവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൊള്ളായിരുന്നു. പപ്പടം ഇല്ല, തീർന്നു പോയി കേട്ടോ. എന്തായാലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കാം, കൊള്ളാം.